നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം നല്ല ഉറക്കം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, ഏത് മനുഷ്യൻ്റെയും ഏതൊരു ജീവിയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് 2-3 ദിവസം ഉറക്കത്തിന് എന്തെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചു കഴിഞ്ഞാൽ മാനസികമായ അസ്വസ്ഥതകളും ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് നല്ല ഉറക്കം, ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഒരു കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കുക വീടുകളിൽ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഒരു നേരത്തെ കടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് പലരും പല സമയങ്ങളിൽ കടന്നുറങ്ങുന്ന രീതികളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വീട്ടമ്മമാർ അല്ലെങ്കിൽ ഗൃഹനാഥന്മാർ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ ഒരു ഉറക്കത്തിന് സമയമാണ്. ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു രാത്രി ഒരു 10-10:30 കഴിഞ്ഞാൽ വീട്ടിലത്തെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് എല്ലാവരും ഉറങ്ങുന്ന രീതിയിലേക്ക് മക്കളെ കൂടി ശീലിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ടിവിയുടെയും സോഷ്യൽ മീഡിയയുടെയും അതിപ്രസരം കാരണം പല വീടുകളിലും ഉറക്കത്തിന് ഷെഡ്യൂൾ ഇന്ന് എന്ത് ചെയ്യുക 11, 12, 1 മണി ആ റേഞ്ചിലൊക്കെ മാറിയിട്ട്. അപ്പോൾ ഈ നല്ല ഉറക്കം കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു നല്ലൊരു കൃത്യസമയം നമ്മുടെ വീടുകളിൽ ഉറങ്ങുന്ന സമയം നിശ്ചയിക്കുക. അതുപോലെ തന്നെ ഉണരുന്നതിന് ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഉറക്കത്തിൻ്റെ പാറ്റേൺ ക്ലിയർ ആകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ ബെഡിന് പോണ സമയത്ത് നമ്മൾ പണ്ടൊക്കെ എന്ത് ചെയ്യും, പല പുസ്തകങ്ങളൊക്കെ വായിക്കുക അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുന്ന രീതിയായിരുന്നു. ഇന്ന് മൊബൈലിലാണുള്ളത്. സത്യത്തിൽ ശാസ്ത്രം പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാം, ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ മൊബൈലിൻ്റെ ഉപയോഗം നിർത്തണം. കാരണം ഈ ഉറക്കത്തിന് അടുപ്പിച്ചുള്ള സമയങ്ങൾ നമ്മൾ മൊബൈലിലൂടെ പല കാര്യങ്ങൾ കണ്ട്, ഇപ്പോൾ എന്തെങ്കിലും പ്രയാസപ്പെടുന്ന സീനുകളോ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന സംഭവങ്ങളോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിനെ അല്ലെങ്കിൽ ഉറക്കത്തിന് അത് പ്രയാസപ്പെടുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെയ്യേണ്ടത്, ശാസ്ത്രം പറയുന്നത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക, ഫോണിൻ്റെ ഉപയോഗം മാറ്റി വെക്കണം. ഉറക്കത്തോട് അടുത്ത സമയത്ത് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കുകളൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ആവാം. അപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം വളരെ ഈ ഉറക്കത്തിനോട് അടുപ്പിച്ച സമയം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്നാണ് രാത്രിയുള്ള ഈ കോഫി കഴിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു ഹാബിറ്റാണ്. ഇപ്പം ഇന്നലെ ശീലം എന്ത് ചെയ്യുക, രാത്രിയിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചായ കാപ്പി കുടിക്കുക. അത് വലിയ അപകടം. കാരണം ഈ കോഫിയിലും ചായയിലും മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ കോഫീൻ്റെ മെയിൻ കണ്ടന്റ് കോഫീൻ്റെ കണ്ടന്റാണ് കാപ്പിയിലുള്ളത്. ഈ കോഫീൻ്റെ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉറക്കത്തിൻ്റെ പാറ്റേൺ എന്ത് ചെയ്യും പ്രയാസപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉറക്കം വന്ന സമയത്ത് നമ്മൾ ചായ കാപ്പി കുടിച്ചൊരു എനർജി കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, രാത്രിയുള്ള എന്ത് ചെയ്യുക ഈ ചായ കാപ്പി ഉപയോഗം നിർത്തുക. അത് നിങ്ങൾക്ക് നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. മറ്റൊന്നാണ് എക്സസൈസ് റെഗുലർലി. അതായത് ഈ ശരീരത്തിൻ്റെ എക്സസൈസും ഉറക്കം തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പല ആളുകളും വരാറുണ്ട്, സാർ ഉറക്കം ശരിയാകുന്നില്ലൊക്കെ പറയാം. അപ്പോൾ ഈ ഇങ്ങനത്തെ വരുന്ന ഓരോ പരാതിക്കാരും എന്ത് ചെയ്യാം, 2-3 ആഴ്ച കൃത്യമായി കൺസിസ്റ്റൻ്റ് വ്യായാമം ചെയ്യുന്നതോടുകൂടി കടന്നാൽ ഉറക്കം പെട്ടെന്ന് ഉറക്കം ലഭിക്കുന്നുണ്ട്. ഇതൊരു കൃത്യമായിട്ട് പ്രൂവ് ചെയ്തൊരു സിസ്റ്റമാണ്. അപ്പോൾ ഈ കേൾക്കുന്ന ആരെങ്കിലും ഉറക്കത്തിന് എന്തെങ്കിലും ഷോർട്ടേജ് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എക്സസൈസ് ചെയ്ത് ശീലമാകുന്നു, നിങ്ങളെ ഉറക്കം നല്ല രീതിയിലേക്കും നല്ല ഉറക്കത്തിൻ്റെ പാറ്റേൺ കൃത്യമായ രീതിയിലേക്ക് മാറാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ വേണ്ടത്, നമ്മളിപ്പോൾ മലയാളികൾ വീടിന് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുന്നുണ്ട്, ഒരുപാട് സംവിധാനമുള്ള പൊങ്ങച്ചത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്നു. അപ്പോൾ ഈ സമയം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ കിടക്കുന്ന റൂമുകൾ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ചെയ്യുക. വലിയ റൂമുകളാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നല്ല നമ്മളെ സാമ്പത്തികം അനുസരിച്ച് എന്ത് AC വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നല്ല ബെഡുകൾ, നല്ല ക്വാളിറ്റി ബെഡുകൾ വാങ്ങാൻ കിട്ടും, നല്ല ക്വാളിറ്റി കുഷ്യൻസ് വാങ്ങാൻ കിട്ടും, നല്ല ക്വാളിറ്റി പുതപ്പുകളൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഉറക്കത്തിൻ്റെ ബെഡ്റൂമിലേക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള അതിനുള്ള എക്യുപ്മെൻറ്റ്സ്, അതിനുള്ള എന്ത് ചെയ്യുക ഫർണിച്ചറുകളൊക്കെ വീട്ടിൽ വാങ്ങുന്നത് നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നല്ല ക്വാളിറ്റി കർട്ടനുകൾ ഉപയോഗിക്കുക. അതായത് ചില വീടുകളൊക്കെ റോഡ് സൈഡിലുള്ള വീടുകളുണ്ടായിരിക്കും, രാത്രി വാഹനത്തിൻ്റെ എന്ത് ചെയ്യുക ലൈറ്റൊക്കെ ഇങ്ങനെ കടന്നു വരും. അപ്പം നല്ല എന്ത് ചെയ്യുക ഇതുള്ളൂ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ബെഡ്റൂമുകൾ സെറ്റ് ചെയ്യുക എന്നുള്ള ഓരോരുത്തരും സാമ്പത്തികത്തിനനുസരിച്ച്. കാരണം ഞാൻ ശ്രദ്ധിക്കാറ് പലരും വലിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, വീടിൻ്റെ അകത്ത് എന്ത് ചെയ്യുക വേണ്ട സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അത് ആളുകളെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പലരും. അപ്പോൾ അത് ചെയ്യാതെ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെ ബെഡ്റൂമുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിൽ പാകത്തെ സൈസിൽ അതിലെല്ലാം അത്യാവശ്യം എല്ലാം നിങ്ങളെ സാമ്പത്തിക അനുസരിച്ചുള്ള നല്ല സൗകര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധ്യത കൂടുതലാണ്.
മറ്റൊന്നാണ് മാനേജ് സ്ട്രെസ്. ഈ സ്ട്രെസ് ടെൻഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക മറ്റേ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഏത് മനുഷ്യനാണെങ്കിലും നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ കാലഘട്ടത്തേക്ക് മാത്രം കൊണ്ടുപോവുക എന്നല്ലാതെ ലൈഫ് ലോങ്ങിലേക്ക് ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ മാനേജ് ചെയ്തുകൊണ്ട് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കഴിയുന്നതും കൂടുതൽ സ്ട്രെസ്സുള്ള ജോലികളിൽ ഏർപ്പെടാതിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു ജോലി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതൊരു സ്ട്രെസ്സിലേക്ക് ഒരു സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് മറ്റൊരു കാര്യം എന്ത് ചെയ്യുക, നമുക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങുക, ഓഫീസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു 5-10 മിനിറ്റ് പുറത്ത് റിലാക്സ് ആയി നിൽക്കുക. അപ്പോൾ നാട്ടിൻപുറങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒരു ഹോബി കണ്ടെത്തുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയൊക്കെ ഉണ്ട്, ആ ഹോബിയിൽ കൂടുതൽ സമയം ചിലവാക്കിയാൽ എന്തെങ്കിലും നമ്മൾ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബോധപൂർവ്വം ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്ട്രെസ് കൂടുതൽ കാലം ഈ സ്ട്രെസ് ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഡോക്ടറെ കാണാൻ മടിക്കുകയും ചെയ്യരുത്. പിന്നെ മറ്റൊന്ന്, അവോയ്ഡ് ഹെവി മീൽസ്. മിക്ക ആളുകളും ഉറക്കം കെടുത്തുന്ന പ്രശ്നം രാത്രി വൈകിയുള്ള ഹെവി ഫുഡുകളാണ്. ഇപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ കയറി വന്നിട്ട് എന്ത് ചെയ്യും, രാത്രി ഹെവി ഫുഡ് അടിക്കും. ഹെവി ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കടന്നുറങ്ങുകയും ചെയ്യും ദഹിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഈ ഇത്തരം ഉറക്കങ്ങൾ എന്ത് ചെയ്യും, ഈ ദഹിക്കാൻ വേണ്ടി നമ്മൾ വൈകി കഴിക്കുന്ന ഫുഡിനെ ദഹിപ്പിക്കാൻ വേണ്ടി ശരീരം ഒരുപാട് പ്രയാസപ്പെടും. അപ്പോൾ അതും പല ആളുകൾ ഉറക്കം കെടുത്തുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ ശ്രദ്ധിക്കുന്നത് രാത്രിയിലുള്ള ഹെവി ഫുഡുകൾ ഒഴിവാക്കുക. രാത്രി വളരെ എന്ത് ചെയ്യുക, ലൈറ്റ് ഫുഡുകൾ കഴിക്കുക. അത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്താ കഴിക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊന്ന്, കീപ് യുവർ റൂം ഡാർക്ക് ആൻഡ് ക്വയറ്റ്. ഈ ബെഡ്റൂമുകൾ കൂടുതൽ ലൈറ്റുള്ള ബെഡ്റൂമുകൾ നല്ലതല്ല. ബെഡ്റൂം നേരത്തെ പറഞ്ഞ പോലെ നല്ല കർട്ടനൊക്കെ ഇട്ട് എന്ത് ചെയ്യുക. ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ വീട് വെക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ബെഡ്റൂമുകൾ റോഡിൻ്റെ സൈഡിൽ വെക്കരുത്. അതെന്ത് ചെയ്യുക, അത് റോഡിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു റോഡത്തെ വാഹനത്തിന് ലൈറ്റും ശബ്ദമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പ്ലോട്ടിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കി എന്ത് ചെയ്യുക, റോഡ് സൈഡിൽ നിന്ന് മാറി റോഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കണം നിങ്ങളെ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഉറക്കത്തിൻ്റെ ഡിസ്ട്രാക്ഷന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പകലുറക്കം. ഈ കേൾക്കുന്ന പല ആളുകളും പകൽ ഉറങ്ങുന്ന ആളുകളുണ്ടോ, പകൽ 1-1.5 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടോ. കഴിയുന്നതും പകൽ ഉറക്കം ഒഴിവാക്കുക. പകലാണെങ്കിലും മയക്കാകാം. മയക്കം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓഫാകുക, ഓണാകുക. അതാണ് പകലും മയക്കം. മയക്കം ഉറക്കം പോലെ മാറുമ്പോൾ എന്ത് ചെയ്യുക, പകൽ ഉറക്കം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, മാറ്റുക. അത് ശരീരത്തിന് ഒരു കാരണവശാലും നല്ലതല്ല. നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടലുകൾക്കും ഒരു പ്രത്യേക മടുപ്പ്, ലൈഫിലൊരു ക്ഷീണം, അങ്ങനത്തെ ഫീലിങ്ങിനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് നല്ല ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക്